Hey guys, it's Sandraa. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് എസ്തെറ്റിക് ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾസോ ഈ രണ്ട് ഡ്രിങ്കിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പീറ്റി ആണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ പീറ്റി എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഹാർഡ്ലി ടേക്സ് 5 minutes ടു മേക്ക് ബട്ടർഫ്ലൈ പീറ്റി. അപ്പോൾ ഞാനത് ഇവിടെ ഓക്കെ അതിപ്പോൾ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ സൈഡാണ്. ഞാനത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ആൻഡ് ദെൻ കം ബാക്ക്. അപ്പോൾ ബട്ടർഫ്ലൈ പീറ്റി ആണ് നമ്മുടെ രണ്ട് ഡ്രിങ്കിൻ്റെയും ബേസ്. ഈ രണ്ട് ഡ്രിങ്കിൽ ബട്ടർഫ്ലൈ പീറ്റി ഇടാനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പീറ്റി ഈസ് ഹെൽത്തി, ബട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ മേക്ക് യുവർ ഡ്രിങ്ക് മോർ ഇൻട്രസ്റ്റിംഗ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് എസ്തെറ്റിക്സ്. അപ്പോൾ ഇഫ് യു വാണ്ട് നോ ഹൗ ടു മേക്ക് ഇറ്റ് ദെൻ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ആദ്യം നമുക്ക് ബട്ടർഫ്ലൈ പീറ്റിയാണ് വേണ്ടത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സും, അതായത് ബട്ടർഫ്ലൈ പീ ഫ്ലവേഴ്സും ബോയിലിംഗ് വാട്ടറും മാത്രം മതി. ഓൾസോ നിങ്ങൾ എത്രത്തോളം ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നോ അത്രത്തോളം പിഗ്മെൻറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ടീ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്കിലേക്ക് പോകാം. ഇതിന് വേണ്ടി നിങ്ങൾക്കൊരു യെല്ലോ ജ്യൂസ് വേണം. ഞാനിവിടെ മാംഗോ ജ്യൂസാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ ഏത് വേണോ യൂസ് ചെയ്യാം. ജസ്റ്റ് യെല്ലോ കളർ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അതിലേക്കൊരു ഗുഡ് എമൗണ്ട് ഓഫ് ഐസ് ആഡ് ചെയ്യണം. ആൻഡ് പതുക്കെ നമ്മുടെ ബട്ടർഫ്ലൈ പീറ്റി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഐസ് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ യെല്ലോ ജ്യൂസിൻ്റെയും ബട്ടർഫ്ലൈ പീറ്റിൻ്റെയും തമ്മിലുള്ള മിക്സിംഗ് പ്രോസസ്സ് ഐസ് നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും സൺസെറ്റ് പോലത്തെ ഒരു ഗ്രേഡിയൻ്റ് ഇവിടെ ഫോം ആവും. അതായത് ഏറ്റവും താഴെ യെല്ലോ, പിന്നെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ഓഫ് യെല്ലോ ആൻഡ് ഏറ്റവും മുകളിൽ റെഡ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലിയർ സിട്രസ് ജ്യൂസ് വേണം. ഞാനിവിടെ സ്പ്രൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സിട്രസ് ഉണ്ടെങ്കിലേ നമ്മുടെ ബ്ലൂ കളറിൻ്റെ കളർ മാറി പേർപ്പിൾ ആവത്തുള്ളൂ. സോ ട്രൈ ടു യൂസ് സംതിങ് ദാറ്റ് ഹാസ് സിട്രസ്. നൗ മിക്സിംഗ് പ്രോസസ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഐസ് ഇടുക. ആൻഡ് പതുക്കെ നമ്മുടെ ബ്ലൂ പീറ്റി അതിലേക്ക് ഒഴിക്കുക. സെൻസ് സ്പ്രൈറ്റിൽ സിട്രസ് ഉള്ളതുകൊണ്ട് ബ്ലൂ ഷെയ്ഡ് മാറി വയലറ്റ് ആവും. ആൻഡ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വിൽ ലുക്ക് മോർ ലൈക്ക് എ ക്രിസ്റ്റൽ ബോൾ. അതായിരുന്നു നമ്മുടെ aesthetic drinks. I hope you guys liked it. So if you do, then please like, comment and subscribe. Also, എൻ്റെ എല്ലാ social media links will be given down below. Please go check them out. Thank you so much for watching.